ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ വീക്ക് ഡിസൈൻസ്. 595 എന്ന് പറയുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റിൽ രണ്ട് അടിപൊളിയായിട്ടുള്ള ചുരിദാർ മെറ്റീരിയലുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഫാബ്രിക് സെയിം തന്നെയാണ്, ഡിസൈൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഡിസൈനിലെ ഫസ്റ്റ് കളർ ഇതാണ്. ഇതൊരു വൈൻ പർപ്പിൾ ടോണിലാണ് വരിക. ഫാബ്രിക് വരുന്നത് സെമി സിൽക്ക് ആണ്. നമ്മുടെ യോക്ക് പോർഷനിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. നെക്ക് പോർഷനിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള മൾട്ടി കളർ ത്രെഡ് വർക്ക് ആണ് പോയിരിക്കുക. അതുപോലെ നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ്. നമ്മൾ പെയർ ചെയ്തിരിക്കുന്ന ദുപ്പട്ട സെയിം മെറ്റീരിയൽ ദുപ്പട്ടയാണ്. ദുപ്പട്ടയുടെ വൺ ബോർഡറിൽ ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. 2 സൈഡ് സ്കാലപ്ഡ് ആണ്. അതുപോലെ സ്കാറ്റർ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വർക്കും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബോട്ടം അറ്റാച്ച്ഡ് ആണ്. ബോട്ടം വരുന്ന സാൻഡൂൺ മെറ്റീരിയൽ. നെക്സ്റ്റ് കളർ വരുന്നത് ഒരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡിലാണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ നല്ല ഷൈനിങ് ഉള്ള ഒരു ഫാബ്രിക് ആണ്. നമ്മുടെ ഈ മെറ്റീരിയലിന്റെ റേറ്റ് എന്ന് പറയുന്നത് 595 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അടുത്ത കളർ വരുന്നത് ഇതുപോലെ റെഡിഷ് മെറൂൺ ടോണിലാണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. വളരെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ നെക്ക് പോർഷൻ വൈഡ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നെക്കിൽ ഇതേപോലെ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. ഡിസൈനിലെ ലാസ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രാസ് ഗ്രീൻ ടോൺ ആണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് ആണെങ്കിലും നമുക്ക് നോർമലി വരുന്ന ലെങ്തും വിട്ടും നമ്മുടെ ദുപ്പട്ടയ്ക്കും അതുപോലെ തന്നെ ടോപ്പിലും വരുന്നുണ്ട്. സെക്കൻഡ് ഡിസൈനിലെ ഫസ്റ്റ് കളർ വരുന്നത് ഇതാണ്. ഇതൊരു പീക്കോക്ക് ബ്ലൂ ഷെയ്ഡ് ആണ്. ഇങ്ങനെയാണ് ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. നെക്ക് പോർഷനിലും നല്ല ഹെവി ആയിട്ടുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഒരു ഓവറോൾ ലുക്ക് വരുന്നത് നമ്മുടെ നെക്ക് പോർഷനിൽ ഇതേപോലെ ഹെവി ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. നമ്മുടെ ഫ്ലവേഴ്സിൽ ചേഞ്ചസ് ഉണ്ട് മുമ്പത്തെ ഡിസൈനിലേക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മുടെ ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ്. അതുപോലെ തന്നെ ദുപ്പട്ടയുടെ വൺ സൈഡിൽ ഇതേപോലെ ഒരു ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുക. 2 സൈഡ് സ്കാലപ്ഡ് ആണ്. ഇതുപോലെ സ്കാറ്റർ ആയിട്ടുള്ള ചെറിയ ത്രെഡ് വർക്കും ഇൻക്ലൂഡഡ് ആണ്. അടുത്ത കളർ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊരു ഓർക്കിഡ് ഷെയ്ഡിലാണ് കൊടുത്തിരിക്കുക. നമുക്ക് ബാക്ക് സൈഡ് വരുന്നത് പ്ലെയിൻ ആണ്. അതുപോലെ നമുക്ക് വളരെ ഒതുങ്ങി കിടക്കുന്ന ഒരു ഫാബ്രിക് ആണ്. നല്ല ഷൈനിങ് ഒക്കെ തരുന്ന ഒരു ഫാബ്രിക് ആണ്. റെഗുലർ വിയർ ആയിട്ടും അതുപോലെ തന്നെ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ആപ്റ്റബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. കളർ വരുന്നത് ഒരു ക്യാരമലിന്റെയും അതുപോലെ തന്നെ ഒരു കോറൽ പിങ്കിന്റെയും കോമ്പിനേഷൻ ആണ് വരിക. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. നമുക്ക് ബോട്ടം അറ്റാച്ച്ഡ് ആണ്. വരുന്നത് സാൻഡൂൺ മെറ്റീരിയൽ. റേറ്റ് വരുന്നത് 595 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ലാസ്റ്റ് കളർ വരുന്നത് ഇതേപോലെ ഒരു ലീഫ് ഗ്രീൻ ഷെയ്ഡാണ്. ഇങ്ങനെയാണ് ഓവറോൾ ലുക്ക് വരുന്നത്. നമ്മുടെ സ്പെസിഫിക്കേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. ഈ മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് 595 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. ഈ ഒരു എലഗന്റ് ആയിട്ടുള്ള കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ അതല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് വഴിയോ ഓർഡർ ചെയ്യുന്നതാണ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു.